Hi friends, welcome to Commerce Bytes. I hope you people are all doing well. സോ ഇപ്പോൾ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് 2020 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കഷനാണ്. അതും സിംഗിൾ ലൈനേഴ്സിലായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. അതിൻ്റെ പാർട്ട് 1 ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ മിസ് ഔട്ട് ചെയ്തവർ എന്തായാലും മസ്റ്റായിട്ട് കാണണം. കാരണം അതിൽ ഞാൻ കുറേയധികം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ഞാൻ ഓരോ വീഡിയോയിലും മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ഈ ഓരോ പറയുന്ന ടിപ്സും ട്രിക്സും നിങ്ങളൊരു റെഡ് പെൻ വെച്ചോ ഇല്ലെങ്കിൽ സ്കെച്ച് പെൻ വെച്ചോ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് പോകുന്നത് നിങ്ങളുടെ എക്സാം ടൈമിൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. എനിക്ക് NTA-NET എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ ഡബിൾ മൈൻഡഡ് ആയിട്ട് ഇരിക്കരുത്. എനിക്ക് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ള ഒരു ഡബിൾ മൈൻഡഡ് ആയിട്ട് ഇരിക്കരുത്. എനിക്ക് ഇപ്പോൾ എഴുതാൻ പോകുന്ന എക്സാം കിട്ടിയിരിക്കും, എനിക്കത് മസ്റ്റായിട്ട് ഞാനത് മേടിച്ചിരിക്കും, ഞാനതിൽ ക്രാക്ക് ഔട്ട് ചെയ്യും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ വേണം നിങ്ങൾ ഓരോ വീഡിയോയും. അതിപ്പോൾ എൻ്റെ തന്നെ ആവണമെന്നില്ല, ആരുടെ വീഡിയോ നിങ്ങൾ കാണുമ്പോഴും അതിൽ എനിക്ക് എന്തായാലും നെറ്റ് കിട്ടിയിരിക്കും എന്ന് ഉറച്ച വിശ്വാസത്തിൽ വേണം നിങ്ങൾ എല്ലാ വീഡിയോസും കാണാനായിട്ട്. ഓക്കെ, അത് നമ്മുടെ മൈൻഡിലേക്ക് നല്ലതായിട്ട് ഇങ്ങനെ തറച്ചു വരണം. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് ആ ഒരു എയിമിലേക്ക്, നമ്മളുടെ ആ ഒരു ഗോളിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മെയിനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഏത് പോയിൻ്റ് നിങ്ങൾ പഠിച്ചാലും നിങ്ങളുടെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അതായത് ഇപ്പം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു പോയിൻ്റ് എന്തായാലും ഇപ്രാവശ്യത്തെ എക്സാമിന് വരും എന്ന് വിചാരിച്ചിരുന്ന് പഠിക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് കണ്ടു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കണ്ടു, ഇത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം. എനിക്കത് പഠിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്, എനിക്കത് വളരെ ഒരു ഇഷ്ടമല്ല, എനിക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഇരിക്കരുത്. എന്തൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും മൈൻഡ് ഫ്രഷാക്കി, മൈൻഡ് നല്ല ഫ്രഷാക്കി എന്തും നമുക്ക് റിസീവ് ചെയ്യാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സും നല്ല ഈസി ആയിട്ട് തന്നെ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയ ടൈമിൽ നിങ്ങൾ പഠിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. മൈൻഡ് എപ്പോഴും കാമായി നല്ല ആക്സെപ്റ്റബിൾ എന്നുള്ളൊരു കണ്ടീഷനിൽ മാത്രം നിങ്ങൾ പഠിക്കാനിരിക്കുക. ഓക്കെ, സോ മൂവിങ് ടു ടുഡേയ്സ് സെഷൻ. ഇന്നും നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പാർട്ട് 2 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സെഷൻ എന്നാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കുറേ അധികം മെയിൽസ് വന്നു, കാരണം അവർക്ക് വളരെയധികം സന്തോഷമായി. എൻ്റെ സ്റ്റുഡൻസ് എല്ലാം ഹാപ്പിയാണ് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. കാരണം അവർ NTA-NET പേപ്പർ 1 എങ്ങനെ പ്രിപ്പയർ ചെയ്യും, ഇതുപോലുള്ളൊരു പാൻഡമിക് സിറ്റുവേഷനിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നാലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു ടൈമിലാണ് ഞാൻ ഇതുപോലൊരു ഇനീഷ്യേറ്റീവ്, അതായത് NTA-NETൻ്റെ പേപ്പർ 1 ഫോക്കസ് ചെയ്ത് ഒരു യൂട്യൂബ് ചാനലിൽ നമ്മളൊരു ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് കുറേയധികം മെയിൽസ് വന്നു. കാരണം അവർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമായി, ദേ ആർ ഫീലിംഗ് സോ സാറ്റിസ്ഫൈഡ് എന്നൊക്കെ പറഞ്ഞ് കുറേയധികം മെയിൽസ് വന്നു. സോ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് വൈൽ റീഡിങ് ഓൾ ദീസ് മെയിൽസ്. സോ കൊമേഴ്സ് ബൈറ്റ്സ് വിൽ ബി ദർ ടിൽ യുവർ എക്സാം. നിങ്ങളുടെ പേപ്പർ 1 പ്രിപ്പറേഷൻസിന് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ 1 by 1 ആയിട്ട് കവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണം വെച്ചാലും പേടിക്കുകയോ വിഷമിക്കുകയോ ഒന്നും വേണ്ട. വി ആർ വിത്ത് യു. ഓക്കെ, സോ നൗ ലെറ്റ്സ് ബിഗിൻ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പാർട്ട് 2 ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഇറ്റ് വിൽ മേക്ക് യു perfect while solving out your previous year question papers. Okay, so first point നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഓപ്പൺ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് മാർക്ക്ഡ് ബൈ ഷെയറിംഗ് ആൻഡ് കെയറിംഗ് ബൈ ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ് ഇൻ ദെയർ ഇൻ്റർചേഞ്ചസ് വിൽ ബി മോസ്റ്റ് ഹെൽപ്ഫുൾ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തതാണ്. അതായത് എപ്പോഴും നമ്മളൊരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചേസ് ഫോർ യുവർ കീവേഡ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ആൻസറിലേക്ക് പോകാൻ പറ്റും. അതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും വർക്കൗട്ട് ചെയ്യുന്ന ടിപ്പ്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് സ്കെച്ച് പെൻ വെച്ചോ റെഡ് പെൻ വെച്ചോ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ചേസ് ഫോർ കീവേഡ്. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓപ്പൺ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് മാർക്ക്ഡ് ബൈ ഷെയറിംഗ് ആൻഡ് കെയറിംഗ് എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ കീവേഡ്. ഓക്കെ, സോ ഷെയറിംഗ് ആൻഡ് കെയറിംഗ് ബൈ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ അവർ ഇൻ്റർചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുകൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഷെയറിംഗ് ആൻഡ് കെയറിംഗ് ബൈ ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ് ഇൻ ദെയർ ഇൻ്റർചേഞ്ചസ് വിൽ ബി മോസ്റ്റ് ഹെൽപ്ഫുൾ.
നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 ലെവൽസ് ഉണ്ട്. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽ ആൻഡ് ഓട്ടോണമസ് ലെവൽ. അങ്ങനെ 4 ടൈപ്സ് ഓഫ് ലെവൽ ഉണ്ട്. ഈ 4 ലെവൽസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 100% ഷ്യൂരിറ്റി ഉണ്ട്, എന്തായാലും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ ഈ ഒരു കീവേഡ് നമ്മൾ പറഞ്ഞു ഷെയറിങ് ആൻഡ് കെയറിങ്ങിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ആൻസർ വന്നിട്ട് റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ് ആയിരിക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയറിങ്ങും കെയറിങ്ങും ആണ് ഇവിടെ നടക്കുന്നത്. ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനാണ്. ഓക്കെ, സോ ആ ഒരു പോയിൻ്റാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഡ് പെൻ വെച്ച് ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഷെയറിങ്ങും കെയറിങ്ങും അണ്ടർലൈൻ ചെയ്തിട്ട് പിന്നെ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്നുള്ളതും ഒന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് മനസ്സിലായി? ഷെയറിങ്ങും കെയറിങ്ങും ബൈ ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ് എന്നുള്ളത് റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ് ആണ് എന്നുള്ളത്. ഓക്കെ, ഓട്ടോണമസ് ലെവൽ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് തന്നെത്താനെ പഠിക്കുന്ന ആ ഒരു ലെവലെയാണ് ഓട്ടോണമസ് ലെവൽ. കാരണം തന്നെത്താനെ. ഓക്കെ, സോ അതാണ് ഓട്ടോണമസ് ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഐ തിങ്ക് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഇസ് ഓൾ ക്ലിയർ ടു യു. ഷെയറിങ്ങും കെയറിങ് ആണ് നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ കീവേഡ്. എന്നിട്ട് നമ്മളതിൻ്റെ ആൻസർ പറഞ്ഞു റിഫ്ലക്റ്റീവ് എന്നുള്ളത്. ബാലൻസും മെമ്മറിയും അണ്ടർസ്റ്റാൻഡിങ്ങും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി മുന്നോട്ട് പോകുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മളത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് സ്കിപ്പ് ഔട്ട് ചെയ്തിട്ട് ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനിയുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർമേറ്റീവ് അസസ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ട് നമുക്ക് 5 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫോർമേറ്റീവ് അസസ്മെൻറ്റ്, സബ്മേറ്റീവ് അസസ്മെൻറ്റ് എന്നുള്ളത് 2 ടൈപ്സ് ഓഫ് അസസ്മെൻ്റ് ആണ്. ഓക്കെ, ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് CBSE സിലബസിലാണ് പഠിച്ചിരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോർമേറ്റീവ് അസസ്മെൻറ്റും സബ്മേറ്റീവ് അസസ്മെൻറ്റും അറിയാൻ പറ്റും. അതായത് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോൾ ഒരു മന്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഓഗസ്റ്റ് എടുക്കുകയാണെന്ന് വിചാരിക്കും. ആ ഒരു ഓഗസ്റ്റിൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നമ്മളുടെ ടീച്ചേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു അസസ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് അസസ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ ചിലപ്പോൾ ടീച്ചേഴ്സ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവും. ഇൻ ബിറ്റ്വീൻ ദ ക്ലാസ് ടീച്ചേഴ്സ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ, അത് ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആണ്. ഇനി നമ്മളുടെ ടീച്ചേഴ്സ് ക്ലാസ് ടെസ്റ്റ് എടുക്കും. ആ ക്ലാസ് ടെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ടീച്ചേഴ്സ് നമ്മളെ അസസ് ചെയ്യും. ഓക്കെ, ഇന്ന സ്റ്റുഡൻറ്റിന് ഇത്ര മാർക്ക് കിട്ടിയുള്ളൂ, അപ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഇന്ന സ്റ്റുഡൻറ്റിന് ഇത്ര മാർക്ക് കിട്ടി, അപ്പോൾ ഓക്കെ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് പെർഫെക്റ്റ് ആണ് എന്നൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഐ തിങ്ക് നിങ്ങൾക്ക് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നോട്ട് ഡൗൺ ചെയ്ത് പോവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സബ്മേറ്റീവ് അസസ്മെൻ്റ് ആണ്. സബ്മേറ്റീവ് അസസ്മെൻറ്റ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓണം എക്സാംസ്, ക്രിസ്മസ് എക്സാം, ആനുവൽ എക്സാം, ഇതിനൊക്കെ നമുക്ക് ഓരോ എക്സാം കഴിയുമ്പോൾ ഓരോ റിപ്പോർട്ട് കാർഡ് ഡേ ഇല്ലേ, അതായത് പ്രോഗ്രസ് റിപ്പോർട്ട് കാർഡ് നമ്മളെ പാരൻസിന് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് അവർ ഒന്ന് സൈൻ ചെയ്യണ ഒരു പരിപാടി. ആ സെയിം സംഭവം തന്നെയാണ് സബ്മേറ്റീവ് ഇവാലുവേഷൻ. നിങ്ങൾക്ക് ജസ്റ്റ് ഓർത്തിരിക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ ഓരോ എക്സാമ്പിൾസ് കോഡ് ഡൗൺ ചെയ്യുന്നത്. ഓക്കെ, സോ സബ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് നമ്മളുടെ ആ ഒരു ഓണം എക്സാം കംപ്ലീറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നമ്മളുടെ ഗ്രേഡ് റിപ്പോർട്ട് കാർഡിൽ റൈറ്റ് ഡൗൺ ചെയ്യില്ലേ, ആ ഒരു പ്രോസസ്സാണ് സബ്മേറ്റീവ് ഇവാലുവേഷൻ. അറ്റ് ലാസ്റ്റ് നമുക്ക് ഒരു ഗ്രേഡ് കിട്ടും. ചിലപ്പോൾ അത് A ആയിരിക്കും, ചിലപ്പോൾ B ആയിരിക്കും, ചിലപ്പോൾ C ആയിരിക്കും. ആ ഒരു ഓൾ ടുഗെദർ എന്നുള്ള ഒരു കാറ്റഗറിയിൽ ആ ഒരു ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് സബ്മേറ്റീവ് ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് സബ്മേറ്റീവ് ഇവാലുവേഷൻ എന്താണ്, ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്താണ് എന്നുള്ള ഒരു ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. സോ നൗ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ടീച്ചർ ആസ്ക് ക്വസ്റ്റ്യൻ ടു എലിസിറ്റ് ക്ലാസിഫിക്കേഷൻ ഫ്രം ദ സ്റ്റുഡൻസ്. ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നുള്ളത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണോ സബ്മേറ്റീവ് ഇവാലുവേഷൻ ആണോ? യെസ്, ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഞാൻ ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞുള്ളൂ, ക്ലാസ്സിൽ ടീച്ചേഴ്സ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏതാ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ്. ടീച്ചർ പ്രൊമോട്ട്സ് ആൻഡ് പ്രോബ്സ് സ്റ്റുഡൻസ് വൈൽ മേക്കിംഗ് ദ പ്രസൻറ്റേഷൻ. അതായത് കുട്ടി ഒരു പ്രസൻറ്റേഷൻ, അതൊരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി പ്രസൻറ്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ടീച്ചർ എക്സാമിൻ ചെയ്യുന്നത് അതും ഈ ഡെയിലി ബേസിസിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇവാലുവേഷനാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കത് ഫോർമേറ്റീവ് അസസ്മെൻറ്റിൻ്റെ കാറ്റഗറിയിലേക്ക് പെടുത്താം. ഇനി നെക്സ്റ്റ് പോയിന്റ്. ടീച്ചർ പോസ് ഫോർ ഫ്യൂ സെക്കൻഡ്സ്
ലുക്ക് അറ്റ് എ സ്റ്റുഡൻറ്റ് ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻ. ഇവിടെയും ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്യുന്നത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ചൊരു അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറി എന്ന് മാത്രം. സോ ഈ ഒരു പെർട്ടിക്കുലർ പോയിൻറ്റും ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരെണ്ണം നോക്കാം. ടീച്ചർ സ്പെസിഫൈസ് ദ ലെവൽ ഓഫ് മാസ്റ്ററി അറ്റൈൻഡ് ബൈ സ്റ്റുഡൻറ്റ്. കണ്ടോ, ഇവിടുത്തെ കീവേഡാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ലെവൽ ഓഫ് മാസ്റ്ററി. അതായത് ഇപ്പോൾ 5th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. ആ 5th സ്റ്റാൻഡേർഡിൽ ആനുവൽ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്കൊരു ഗ്രേഡ് കിട്ടും. വെദർ വി ആർ പാസ് ടു 6th ക്ലാസ് ഓർ നോട്ട് എന്നുള്ള ഒരു ഗ്രേഡ് കിട്ടും അല്ലേ. സോ ആ ഒരു ലെവൽ 5 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ലെവൽ 6ലേക്ക് പോകുന്നത്. അതിൽ നമ്മൾ മാസ്റ്റർ ആയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് സബ്മിറ്റീവ് ഇവാലുവേഷൻ്റെ കാറ്റഗറിയിലേക്ക് പെടുത്താം. ഓക്കെ, സോ ടീച്ചർ സ്പെസിഫൈസ് ദ ലെവൽ ഓഫ് മാസ്റ്ററി അറ്റൈൻഡ് ബൈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് സബ്മിറ്റീവ് ഇവാലുവേഷനാണ്. ഇനി നെക്സ്റ്റ് പോയിൻ്റ്, ടീച്ചർ ഇൻഡിക്കേറ്റ് പെർഫോമൻസ് ക്രൈറ്റീരിയ ആൻഡ് ഗിവൺ ജഡ്ജ്മെൻറ്റൽ വ്യൂസ്. ഇവിടെ കണ്ടോ, ഇവിടെയും ടീച്ചർ ഇൻഡിക്കേറ്റ് പെർഫോമൻസ് ക്രൈറ്റീരിയ, പെർഫോമൻസ് ആണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഈ പെർഫോമൻസ് എന്ന് പറയുന്ന പോയിൻ്റാണ് നമ്മളുടെ ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഗിവൺ ജഡ്ജ്മെൻറ്റൽ വാല്യൂസ് വാല്യൂസ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ A, B, C എന്നൊക്കെ നമ്മൾ ഗ്രേഡ് കൊടുക്കില്ലേ, അതുപോലെ തന്നെ. ഓക്കെ, സോ ഈ 2 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡേർഡ് ആസ് എ ഡയലോജിക് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ഡയലോജിക് എന്ന ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡയലോജിക് എന്ന ടേം ആ ഒരു പേരിൽ പറയുന്ന പോലെ തന്നെ ടീച്ചർ സ്റ്റുഡൻസ് തമ്മിലുള്ള ഒരു ഡയലോഗ്സ് ഇല്ലേ, ആ ഒരു ഡയലോഗ്സിനെയാണ് ഡയലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ള മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിനെയാണ് ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഞാനത് ഏതൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ട്യൂട്ടോറിയൽസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ലാബ് വർക്ക്, ഡെമോൺസ്ട്രേഷൻ ആൻഡ് പ്രൊജക്റ്റ് വർക്ക്. ഇങ്ങനെ 5 ഓപ്ഷൻസാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ഡയലോജിക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതെല്ലാം മെത്തേഡാണ് ഡയലോജിക് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ആൻസർ ഇതായിരിക്കും, ട്യൂട്ടോറിയൽസും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഡെമോൺസ്ട്രേഷൻ എടുക്കാത്തതെന്ന്. ഈ ഡെമോൺസ്ട്രേഷൻ, ലാബ് വർക്ക് എന്ന് പറയുന്ന ഈ 2 ലാബ് വർക്കും ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഡയലോഗ്സ് ഇല്ല. ഒരു ക്ലാസ്സിൽ ഒരു മാം നിന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആസിഡ്സ് ഒഴിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെ ടെസ്റ്റ് ട്യൂബിൽ ചെയ്യേണ്ടത് എന്നൊക്കെ ലാബ് വർക്കിൽ പറയും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ ഈ 2 മെത്തേഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡയലോഗ്സ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ് എന്നില്ല. ആകെ ഡയലോഗ് ബൈ ടീച്ചർ എന്നുള്ളൊരു പോയിൻ്റേ അവിടെ വർക്കൗട്ട് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് 2 നമുക്ക് ഡയലോജിക്കിൻ്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റില്ല. പിന്നെ മറ്റൊന്ന് പറഞ്ഞത് പ്രൊജക്റ്റ് വർക്കാണ്. പ്രൊജക്റ്റ് വർക്ക് ആര് തമ്മിലുള്ള ഡയലോഗ്സാണ്? സ്റ്റുഡൻസ് തമ്മിലുള്ള ഡയലോഗ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡയലോജിക് എന്ന സെക്ഷനിലേക്ക് പ്രൊജക്റ്റ് വർക്കും ആഡ് ഓൺ ചെയ്യാൻ പറ്റില്ല. അണ്ടർസ്റ്റുഡ്? സോ ലാബ് വർക്കും ഡെമോൺസ്ട്രേഷനും ടീച്ചറും സ്റ്റുഡൻറ്റ് തമ്മിലൊരു കോൺവെർസേഷൻ ഇല്ല, ടീച്ചർ സ്റ്റുഡൻറ്റ് തമ്മിലൊരു ഡയലോഗ്സ് ഇല്ല, ആകെ ടീച്ചർ മാത്രം സംസാരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു ഡയലോജിക് മെത്തേഡല്ല. ആൻഡ് പ്രൊജക്റ്റ് വർക്ക് നമ്മൾ പറഞ്ഞു ബിറ്റ്വീൻ സ്റ്റുഡൻസ് ആണ് എന്നുള്ളത്. സോ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ട്യൂട്ടോറിയൽ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ക്ലാസ്സിലെ ലെക്ചറിങ് ഇല്ലേ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്ന ലെക്ചറിങ്, അതുപോലുള്ള ലെക്ചറിങ്, അതായത് ക്ലാസ്സിലാണെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എനിക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. ആ ഒരു സെയിം സംഭവം തന്നെയാണ് ട്യൂട്ടോറിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ടീച്ചർ ആസ് എ മീഡിയേറ്റർ ഇരുന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ഡയലോഗ് വരില്ലേ, ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലൊരു കോൺവെർസേഷൻ വരില്ലേ. അതുകൊണ്ട് തന്നെയാണ് ട്യൂട്ടോറിയലും ഗ്രൂപ്പ് ഡിസ്കഷനും നമ്മൾ ഡയലോജിക് മെത്തേഡിലേക്ക് ആഡ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറക്റ്റ് ഹൈറാർക്കിക്കൽ സീക്വൻസ് ഫോർ ദ ടൈപ്സ് ഓഫ് ലേണിംഗ് എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു മെയിൻ കാര്യം, നിങ്ങൾ കേരള സെറ്റ് എക്സാം ക്രാക്ക് ഔട്ട് ചെയ്തവരാണ്, ഇല്ലെങ്കിൽ BEd ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ട് ഒരു ന്യൂസ് ഉണ്ട്. അതായത് നെറ്റിൻ്റെ എക്സാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു 2 or 3 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് BEd പോർഷൻസിൽ നിന്നാണ്. BEd പോർഷൻസ് ഫിലോസഫിയും അതുപോലെ തന്നെ കുറച്ച് ടേംസും കാര്യങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടതാണ്
നമ്മളുടെ BEd പോർഷൻസിലും അതുപോലെ തന്നെ കേരള സെറ്റിൻ്റെ എക്സാമിലും ഞാൻ കണ്ടിട്ടുണ്ട് ഡിഫെൻസീവ് മെക്കാനിസം. ആ സെയിം ക്വസ്റ്റ്യൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ടേം നമ്മളുടെ ഇപ്രാവശ്യത്തെ നെറ്റിൻ്റെ എക്സാമിന് അതായത് 2020 ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജസ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ലേ, ഇതും കേരള സെറ്റിൻ്റെ സെക്ഷനിൽ ഉള്ളതാണ്. ഗാഗ്നീസ് സ്റ്റേജസ് എന്നാണ് ഈ ഒരു സ്റ്റേജസിന് അറിയപ്പെടുന്നത്. സോ ഇപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടുത്തെ കറക്റ്റ് ഹൈറാർക്കിക്കൽ ഓർഡർ ആണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗാഗ്നീസ് സ്റ്റേജസ് എന്ന് പറയുന്നത് ടോട്ടൽ 8 സ്റ്റേജസ് ആണ്. ഇത് ഓർക്കാനായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ഷോർട്ട് ഫോമും പറഞ്ഞു തരാം. അതായത് S² CV DC RP. S² എന്ന് പറയുമ്പോൾ സിഗ്നൽ ലേണിങ്ങും സ്റ്റിമുലസ് റെസ്പോൺസും. അത് കഴിഞ്ഞ് CV ആണ് വരുന്നത്. CV എന്ന് പറയുമ്പോൾ ചെയിനിങ്ങും അതുപോലെ വേർബൽ അസോസിയേഷനും. ഇനി നെക്സ്റ്റ് വൺ ഡിസ്ക്രിമിനേഷൻ ലേണിങ്ങും പിന്നെ കോൺസെപ്റ്റ് ലേണിംഗ്. പിന്നെ RP എന്ന് പറയുന്നത് റൂൾ ലേണിങ്ങും പ്രോബ്ലം സോൾവിങ്ങും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, കേരള സെറ്റിൻ്റെ പോർഷനിൽ നിന്ന് ഇപ്രാവശ്യം തുടങ്ങി ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേരള സെറ്റിൻ്റെ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കതൊരു പോസിറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കേരള സെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ BEd ചെയ്തിട്ടില്ലെങ്കിൽ ഡു ഫോക്കസ് ഓൺ യുവർ BEd പോർഷൻസ്. ഓക്കെ, നമ്മൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റാസ് നമ്മൾ വീഡിയോസിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ഏകദേശം ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോയിൻ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഓക്കെ, സോ മൂവിങ് ടു ദി ലാസ്റ്റ് പോയിൻ്റ് ഓഫ് ടുഡേയ്സ്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ്റലക്ച്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ടീച്ചർ നീഡ്സ് നർച്ചറിങ് ഇൻ ഓർഡർ ടു അക്കംപ്ലിഷ് ദി സബ്ജക്റ്റ് വെൽബീങ് leading to effectiveness in motivating and inspiring students of college level education. സോ നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റായിട്ട് ഈ ഒരു സെൻറ്റൻസ്, ഈ ഒരു ഫ്രേസ് തന്നിരിക്കുന്നത് കറക്റ്റായിട്ട് ഏതാണ് എന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, സോ അതിനുള്ള ട്രിക്ക് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതായത് ചേസ് ഫോർ കീവേഡ്സിന് വേണ്ടി നമ്മൾ ചേസ് ചെയ്യണം. ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് കീവേഡ് എന്ന് നമ്മൾ മനസ്സിലാക്കി അത് വെച്ച് നമ്മൾ തട്ടിച്ച് നോക്കണം. അതായത് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിന് വെച്ച്. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാവും, ഓക്കെ ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് ഇത് കുറച്ച് സെയിം ആയിട്ട് വരുന്നത്, അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ നോക്കിയാൽ മതി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ കീവേഡ്സിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇൻ്റലക്ച്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ടീച്ചർ നീഡ്സ് നർച്ചറിങ് ഇൻ ഓർഡർ ടു അക്കംപ്ലിഷ് സബ്ജക്റ്റ് വെൽബീങ് ലീഡിങ് ടു എഫക്റ്റീവ്നെസ് ഇൻ മോട്ടിവേറ്റിംഗ് ആൻഡ് ഇൻസ്പയറിംഗ് സ്റ്റുഡൻസ് ഓഫ് കോളേജ് ലെവൽ എഡ്യൂക്കേഷൻ. ഇനി എനിക്ക് പറയാനുള്ള ഒരു സീക്രട്ട് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഹാഫാക്കി സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ സെക്കൻഡ് ഹാഫിൽ ഉള്ള പോയിൻറ്റ്സ് ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ടൈം കീവേഡ്സ്. അപ്പോൾ ആ ഒരു ഹാഫായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു സെക്കൻഡ് ഹാഫിലെ കീവേഡ്സാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫായിട്ട് വരുന്നത് ടു അക്കംപ്ലിഷ് സബ്ജക്റ്റ് വെൽബീയിങ് ലീഡിങ് ടു എഫക്റ്റീവ്നെസ് ഇൻ മോട്ടിവേറ്റിംഗ് ആൻഡ് ഇൻസ്പയറിംഗ്. സോ ഇവിടെ പറഞ്ഞിട്ടുള്ള വെൽബീയിങ്, എഫക്റ്റീവ്നെസ്, മോട്ടിവേറ്റിംഗ്, ഇൻസ്പയറിംഗ് ഈ ടേംസ് എന്തിൽ വെച്ചിട്ടായിരിക്കും കൂടുതൽ ഒന്ന് സിമിലറായിട്ട് വരുന്നത്? യെസ്, വിത്തൗട്ട് നോ ഡൗട്ട് ദാറ്റ് ഈസ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഞാനിങ്ങനെ സെക്കൻഡ് പോർഷൻ്റെ കീവേഡ്സാണ് കൂടുതൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കണ്ടേ എന്ന് പറയുന്നതിന് വേറൊരു റീസണും കൂടി ഉണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ എടുത്തിട്ട് ഇൻ്റലക്ച്വൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന ഒരു കീവേഡാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി ലോക്ക് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് കോഗ്നേറ്റീവ് ഇൻ്റലിജൻസ് ആയിരിക്കും. കാരണം കോഗ്നേറ്റീവ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മൈൻഡ്, തിങ്ക് അങ്ങനെയുള്ള പോയിൻറ്റ്സ് കണ്ടിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾ ഓടിപ്പോയി കോഗ്നേറ്റീവ് ഇൻ്റലിജൻസ് മാർക്ക് ചെയ്യുന്നത്. ആൻഡ് നമ്മൾക്ക് അതുപോലെ ഒരു
പോയിൻ്റ് ഇവിടെ ഉള്ളതുകൊണ്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് സെക്കൻഡ് പോർഷനിലെ കീവേഡ്സ് ആണ്. ഇത് വലിയൊരു സീക്രട്ട് ടിപ്പാണ്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വെൽബീയിങ്, എഫക്റ്റീവ്നെസ്, മോട്ടിവേറ്റിംഗ്, ഇൻസ്പയറിംഗ് ഈ 4 ടേംസ് പറഞ്ഞിട്ടുള്ളത് ഇമോഷണൽ ഇൻ്റലിജൻസിലാണ്. സോ അങ്ങനെയുള്ള ഒരു പോയിൻ്റ് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ വേറെ ഓപ്ഷൻസ് നമുക്കിവിടെ തന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു കോഗ്നേറ്റീവ് തന്നിട്ടുണ്ട്, സോഷ്യൽ ഇൻ്റലിജൻസ് തന്നിട്ടുണ്ട്, സ്പിരിച്വൽ ഇൻ്റലിജൻസ് തന്നിട്ടുണ്ട്. 3 ഓപ്ഷൻസിൽ ഏതെങ്കിലുമാണ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ കീവേഡ് സെർച്ച് ചെയ്യേണ്ടത് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കോഗ്നേറ്റീവ് ഇൻ്റലിജൻസ് ആണെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട കീവേഡ് എന്ന് പറയുന്നത് മൈൻഡ്, തിങ്ക്, നോളജ് അങ്ങനെയുള്ള റിലേറ്റ് ചെയ്ത കീവേഡ്സ് ആണ് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത്. അതുപോലെ സോഷ്യൽ ഇൻ്റലിജൻസ് ആണെങ്കിൽ സൊസൈറ്റി എന്നൊരു ടേം അവിടെ ക്വസ്റ്റ്യനിൽ മസ്റ്റായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ സ്പിരിച്വൽ ഇൻ്റലിജൻസ് ആണെങ്കിൽ സ്പിരിറ്റ്സിനെ പറ്റി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസിൽ ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്ത ഈ 3 കീ പോയിൻറ്റ്സ് ഇല്ലാത്തത് കൊണ്ടും നമ്മൾ വെൽബീയിങ്, എഫക്റ്റീവ്നെസ്, മോട്ടിവേറ്റിംഗ്, ഇൻസ്പയറിംഗ് ഇങ്ങനെയുള്ള 3-4 ടേംസ് കണ്ടതുകൊണ്ടും നമുക്ക് ഉറപ്പിക്കാം ഇത് ഇമോഷണൽ ഇൻ്റലിജൻസ് തന്നെയാണ് ഇതിൻ്റെ ആൻസർ എന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. നിങ്ങൾക്ക് ഈ ഇപ്പം മെൻഷൻ ചെയ്ത എല്ലാ പോയിൻറ്റ്സും നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വിത്ത് ദിസ് നോട്ട് വി ആർ കൺക്ലൂഡിങ് റൈറ്റ് നൗ. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, എന്തെങ്കിലും ക്വറീസ് ഉണ്ട്, ഇല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി പോസ്റ്റ് എ കമൻറ്റ് ഓൺ ആർ കമ്മ്യൂണിറ്റി. നിങ്ങൾക്ക് നമുക്ക് നേരിട്ട് തന്നെ മെയിൽ അയക്കാം. അതിനുള്ള മെയിൽ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് വരുന്നത് commercebytes24@gmail.com എന്നുള്ളതാണ്. സോ എന്തെങ്കിലും സജഷൻ ഉണ്ട്, എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ നമുക്ക് മെയിൽ അയച്ച് ചോദിക്കാവുന്നതാണ്. സോ വിത്ത് ദിസ് നോട്ട് we are concluding right now. Let's see in the next video. Till then, work hard and study well. That's it. Thank you.